പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 കാണുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഏലിയൻസിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി കാണുമായിരിക്കും. അത് കണ്ടവർക്ക് കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇവർ തമ്മിലുള്ള ഇടപാട് എന്താണ്? നിങ്ങളെല്ലാവരും അനുനാഗിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ? ചില മനുഷ്യർ തന്നെ അനുനാഗിയുടെ വേഷം കെട്ടി ഭൂമിയിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവം എന്നൊരു ശക്തി ഈ ലോകത്ത് ഉണ്ട്. അത് നമ്മളെ നിയന്ത്രിക്കുന്നു പല രീതിയിൽ. ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ആ ശക്തി ഇവിടെ മുഴുവൻ വ്യാപകമാണ്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഖുറാനിൽ തന്നെയും പല കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ വിളിക്കുന്നത്, നമ്മൾ നമ്മുടെ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് വിളിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് ശാന്തി കിട്ടും. എങ്ങനെയാണ് ആ ശാന്തി കിട്ടുന്നത്? നമ്മൾ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തികൾ നല്ലതാണ് എങ്കിൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നീ ഭൂമി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു എന്ന് ദൈവം പറയും. നമുക്ക് കുറേ അനുകൂലങ്ങളും കിട്ടും. പക്ഷെ മറിച്ച് നമ്മൾ പന്ന പ്രവർത്തികളാണ് ചെയ്യുന്നത് എങ്കിൽ അതിന് തിരിച്ചടിയും നമുക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ തിന്മ ചെയ്യുന്നവരുടെ ത്രാസ് ഇത്രയും പൊങ്ങിയിരിക്കും. തിന്മ കുറച്ച് ചെയ്യുന്നവരുടെ ത്രാസ് കുറഞ്ഞുമിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ തന്നെ ഇവർ ഏലിയൻസ് ആകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഫോട്ടോയിൽ തന്നെ പല ടെമ്പിൾസിൽ പോയി കഴിഞ്ഞാലും അവരുടെ ചിത്രപടികൾ കണ്ടു കഴിഞ്ഞാലും അവർ ഏകദേശം ആ ഒരു ചിത്രത്തിൽ അനുയോജ്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇൻ ദി 19th century, പണ്ട് കാലത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഭോപ്പാലിൽ ഒരു ക്ഷേത്രത്തിൽ അവിടെ എന്ന് വെച്ചാൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചിത്രം എന്ന് ചോദിച്ചാൽ ഏലിയൻസിൻ്റെയാണ്. ഒരു ഏലിയൻ മുൻതള്ളി ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് ആ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ. അത് പഴയ കാലത്തിലുള്ളതാണ്. അത് മാത്രമല്ല, പ്രാഥമിക കാലത്തിലുള്ള ആൻഷ്യൻറ്റ്, ആ സമയത്തുള്ള ആൾക്കാർ നമുക്കറിയാം അവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്. കല്ലൊക്കെ വെച്ചിട്ടാണ് ഫയർ ഉണ്ടാക്കിയിരുന്നത്. അവർ ഹണ്ട് ചെയ്തിട്ടാണ് ഓരോ ആനിമൽസിനെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവർ ജീവിച്ചു കൊണ്ട് തന്നെ ഇരുന്നത്. അപ്പോൾ അവരുടെ കാലഘട്ടങ്ങളിൽ അവർ ഓരോ സാധനങ്ങൾ വെച്ച്, കമ്പൊക്കെ വെച്ചിട്ട് ഭിത്തികളിൽ ഓരോ സംഭവങ്ങൾ വരച്ച് വയ്ക്കുമായിരുന്നു. അതിനകത്ത് തന്നെ ബഹിരാകാശ ചിത്രം ആ കാലത്ത് ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബഹിരാകാശത്തിൻ്റെ ആ ചിത്രം തന്നെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ UFO സ്പേസ് ഷിപ്പ് ഏലിയൻസ് അവിടെ ഇറങ്ങുന്ന ദൃശ്യം അവർ കറക്റ്റായിട്ട് വരച്ച് വെച്ചിരുന്നു. നമ്മളിതൊക്കെ അറിഞ്ഞിരുന്നത് അക്കാലത്ത് ഇവരിങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചു കൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞത് അവരോരോ ആനിമൽസിനെ വരയ്ക്കുമായിരുന്നു. ആ ആനിമൽസിനെ വരച്ചിട്ട് ഇങ്ങനെയാണ് അവർ വേട്ടയാടിക്കൊണ്ടിരുന്നത് എന്നുള്ള ഇനി വരുന്ന തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുപോലെ UFO സ്പേസ് ഷിപ്പ് ഏലിയൻസ് ഇറങ്ങുന്ന ഒരു ദൃശ്യവും കൂടെ അവർ വരച്ചിരുന്നു. അതിനർത്ഥം ആ കാട്ടിൽ ആ സമയത്ത് അവിടെ ഏലിയൻസ് വന്നിരുന്നു എന്നതാണ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചിരുന്നായിരുന്നു ഒരു കാര്യം. എന്തായിരുന്നു ആ കാര്യം? ഒരാൾ മീൻ പിടിക്കാൻ പോയപ്പോൾ അയാളെ UFO സ്പേസ് ഷിപ്പ് വലിച്ചെടുത്തു എന്ന്. ഇത് പണ്ട് ന്യൂസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫാദറാണ് ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ കാലത്തിലുള്ള കാര്യമാണ്, അത് ന്യൂസിലാണ് വന്നത്. അപ്പോൾ ഇതെനിക്കറിയാം, ഇത് ഞാൻ കണ്ടു. പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്തപ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം അതുപോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പാർട്ട് 3 വരുന്നവർ വരെ ബൈ.